സെലീന ഹിയർ. ഒരു സാഹിത്യ സൃഷ്ടി, അതിൻ്റെ യാത്ര തുടങ്ങുന്നത് അതിൻ്റെ പുസ്തകത്തിൻ്റെ അച്ചടി മഷിയിൽ പുരണ്ട് അത് നമ്മളൊക്കെ വായിക്കുമ്പോൾ മാത്രമല്ല, അതിനുശേഷവും അതിനൊരു ജീവിതം ഉണ്ടെന്ന് നമ്മളെ കാണിച്ച, അത് തെളിയിച്ച ഒന്നാണ് നമ്മളെല്ലാവരും ഇന്ന് ഒരുപാട് പുകഴ്ത്തുന്ന ആടുജീവിതം. ഞാനതിനെ ആടുജീവിതവും അതിജീവനവും എന്ന് തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. ഏതാണ്ട് 12 വർഷങ്ങൾക്ക് മുൻപ് ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്ന ജോൺ ബ്രിട്ടാസ് സാറുമായിട്ട് പൃഥ്വിരാജും സുപ്രിയയും ഒരുമിച്ചിരുന്ന ഒരു ഇന്റർവ്യൂ ശ്രദ്ധിച്ചതിൽ മനസ്സിലായ ഒരു കാര്യമാണ് എനിക്കിന്ന് നിങ്ങളോടായി അതിജീവനത്തിൻ്റെ, ഹാപ്പിനെസ്സിൻ്റെ കഥയിലൂടെ ബ്ലെൻഡ് ചെയ്യണമെന്ന് ആലോചിച്ചത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയുകയാണെങ്കിൽ, ത്യാഗത്തിൻ്റെ, സഹിഷ്ണുതയുടെ, സ്വപ്നത്തിൻ്റെ, ചിന്തയുടെ, കഷ്ടപ്പാടുകളുടെ, ഒരുപാട് കഠിനാധ്വാനത്തിൻ്റെ, സഹനശക്തിയുടെ ഒക്കെ പ്രതീകമാണ് ബെന്യാമിൻ്റെ ആടുജീവിതവും ഇന്ന് നമ്മൾ വാഴ്ത്തുന്ന നജീബും പൃഥ്വിരാജും അതിലുള്ള എല്ലാവരും. പ്രിയപ്പെട്ട ശ്രീദേവി ടീച്ചറിൻ്റെ റിവ്യൂ 2 ദിവസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയയിലൂടെ കാണാനിടയായി. വളരെ ഭംഗിയായി മലയാള സിനിമയെ വാക്കുകളിലൂടെ പ്രകീർത്തിക്കുന്നത് കേട്ടിട്ട് ഒരുപാട് സന്തോഷം തോന്നി. 12 വർഷങ്ങൾക്ക് മുമ്പ് എന്താണോ പൃഥ്വിരാജ് പറഞ്ഞു വെച്ചത്, എൻ്റെ സിനിമാ ജീവിതം അവസാനിക്കുന്നതിന് മുൻപ് ഞാൻ മലയാള സിനിമയിൽ ഒരു അടയാളപ്പെടുത്തലാകുമെന്ന് പറഞ്ഞപ്പോൾ നമ്മളെല്ലാവരും, അല്ലെങ്കിൽ കുറച്ചു പേരെങ്കിലും അഹങ്കാരിയെന്നോ അല്ലെങ്കിൽ ധാർഷ്ട്യക്കാരനാണെന്നോ ഒക്കെ പറഞ്ഞത് 16 വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയ ഒരു യാത്രയുടെ വെറും ഒരു വാക്കല്ല എന്ന് തെളിയിക്കുന്ന വളരെ വീക്ഷണ ബുദ്ധിയുള്ള, സീനിയോറിറ്റി തീരുമാനിക്കുന്നതും ജൂനിയോറിറ്റി തീരുമാനിക്കുന്നതും ഒരു മനുഷ്യന്റെ എക്സ്പെഡിഷനാണ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് ആണ് എന്ന് ഉറക്കെ പറഞ്ഞ, എല്ലാവരുടെയും രാജുവേട്ടൻ എന്ന് വിളിക്കുന്ന പൃഥ്വിരാജിന്റെ അദ്ദേഹത്തിന്റെ യാത്രയിൽ നിന്ന് തൊട്ട് അദ്ദേഹം പറഞ്ഞ പ്രകാരം ഒരു ലൈറ്റ് ബോയിൽ തന്നെ വന്ന് നിൽക്കുന്ന ഒരിടത്ത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ആടുജീവിതമുണ്ട്, അതിലൊരു അതിജീവനവുമുണ്ട്. ഒരുപാട് നജീബുമാരുണ്ട്, ഒരുപാട് പൃഥ്വിരാജുണ്ട്, ഒരുപാട് ബ്ലസ്സിയുണ്ട്. അത് മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അതിജീവനത്തിന്റെ കഥ സന്തോഷത്തിലേക്ക് എത്തേണ്ടതാണ് എന്നും, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതാണ് നമ്മുടെ ജീവിതമെന്നും ഒക്കെ ഈ അച്ചടി മഷിയിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെല്ലാം ആഘോഷിക്കുന്ന ആടുജീവിതം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അക്കൂട്ടത്തിൽ നെഗറ്റീവായിട്ടാണെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ആടുകളുമായിട്ടുള്ള ലൈംഗിക രംഗത്തെക്കുറിച്ചിട്ട് തർക്കവും വളരെ അപക്വമായ ചർച്ചകളും അല്ലെങ്കിൽ വേദനയുളവാക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ പോലും ഏത് കാര്യത്തിനെയും മലയാളി അംഗീകരിക്കുന്ന രീതി വളരെ വ്യത്യസ്തമാണെന്നതുകൊണ്ടും ഉറപ്പിച്ചു പറയാൻ കഴിയും. ഒരുപാട് അവ്യക്തതകളിൽ നിന്നും വ്യക്തമായ ഒരു ധാരണ ആടുജീവിതം നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ നൽകുന്നുണ്ട് എന്നും, സന്തോഷിക്കാൻ ഏറെ പ്രതീക്ഷയുണ്ട് എന്നും, നമ്മളെല്ലാവരും ആടുജീവിതങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്നേഹം. താങ്ക് യു സോ മച്ച്.